മേഡം അന്വേഷിച്ചെന്ന് പറഞ്ഞു. ജോൺ ഇരിക്കെ. മേഡം വിളിപ്പിച്ചത് എന്തിനാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. പോയിട്ട് ധൃതിയുണ്ടോ? അത്യാവശ്യം വല്ല ഫയലുകൾ നോക്കാനുണ്ടോ? അതോ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുകൊണ്ട് ഏതെങ്കിലും പാർട്ടി പരിപാടി അറേഞ്ച് ചെയ്യാനോ മറ്റോ? ഏയ് അങ്ങനെയൊന്നുമില്ല മേഡം. ജോൺ വലിയ പരോപകാരിയാണെന്ന് എനിക്കറിയാം. നമ്മുടെ ഇവിടുത്തെ ഏത് സ്റ്റാഫിന്റെ എന്ത് പരിപാടി ആയിക്കോട്ടെ, ജോൺ അത് കേക്ക് മുറിച്ച് തന്നെ ആഘോഷിക്കുമെന്നും കേട്ടു. ഇതൊരു ചെറിയ പണിയാണല്ലോ. ആ പിന്നെ ജോൺ അറിഞ്ഞല്ലോ അല്ലേ എന്റെ വിവാഹം കഴിഞ്ഞു? ഞാൻ ആ കാര്യം മറന്നു. ജോൺ ഇവിടെ അതിന്റെ പേരില് കേക്ക് മുറിക്കുകയും ലഡു വിതരണം ചെയ്ത് ആഘോഷിക്കുകയും ഒക്കെ ചെയ്തതാണല്ലോ. ഇതാ എന്റെ കാര്യം. ആരെന്ത് നല്ല കാര്യം ചെയ്താലും മനസ്സിലിരിക്കത്തില്ല. അല്ല, ഇപ്പൊ തന്നെ ജോൺ എന്ത് വിചാരിക്കും? ഇത്രയും നല്ല കാര്യം ഈ കളക്ടർക്ക് വേണ്ടി ചെയ്തിട്ട് ആ ഒരു നന്ദി പോലും ഇവരെന്നോട് കാണിച്ചില്ലല്ലോ എന്നല്ല. മേഡം ഞാൻ ജോൺ ഇരിക്കേ. ഇരിക്കാൻ. ജോൺ അങ്ങനെ വിചാരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ആരായാലും വിചാരിച്ചു പോവും. ജോണിന്റെ നല്ല മനസ്സുകൊണ്ട് അങ്ങനെയൊന്നും തോന്നാത്തതാ. എനിവേ, ജോണിന്റെ അച്ഛനും അമ്മയും ഭാഗ്യം ചെയ്തവരാ. ഇത്രയും നല്ലൊരു മുതലിന് മകനായിട്ട് കിട്ടിയില്ലേ? ദൈവം അവർക്ക് അറിഞ്ഞു കൊടുത്ത മുത്ത്, പത്തരമാറ്റ് തങ്കം. ജോണിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ചെയ്യാൻ പറഞ്ഞ ഞാൻ ആ വാക്കേ ഉപയോഗിക്കും. മേഡം പരിഹസിക്കാണോ? ഹേയ്, ജോണിനെ പോലെ ഫുൾ ക്ലിയർ ആയിട്ടുള്ളൊരു മനുഷ്യനെ പരിഹസിക്കാനോ? ആ പിന്നെ ഞാൻ വിളിപ്പിച്ചതേ, കല്യാണം കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഈ ടൂർ പരിപാടിയൊന്നും നോക്കിയിട്ടില്ല. ഗോവയ്ക്ക് പോയാലോ അതോ പട്യാലയ്ക്ക് വിട്ടാലോ എന്നൊക്കെയുള്ള ആലോചനയൊക്കെ ഉണ്ടേ. അല്ല, ജോണിന്റെ അഭിപ്രായം എന്താ? ഞങ്ങൾ എങ്ങോട്ടാ പോവേണ്ട? ഈ കാലാവസ്ഥയ്ക്ക് ഏതായിരിക്കും ഞങ്ങൾക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റിയൊരു സ്ഥലം? അല്ലെങ്കിൽ വേണ്ട, ആലപ്പുഴയിലെ പുന്നമടക്കായലിലൂടെ ഒരു ഹൗസ് ബോട്ടിംഗ് ആയാലോ? അങ്ങനെയുള്ള സെറ്റപ്പ് വല്ലതും ജോണിന്റെ പരിചയത്തിലുണ്ടോ?